കർത്താവേ, നല്ല മനോഹരമായ സന്ധ്യാശ്രമത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീടരാഴ്ചയോടെ ശനിയാഴ്ചത്തെ മീറ്റിങ്ങിനായിട്ട് സൂമിക്കൂടെ കടത്തിലുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. അതിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കട്ടെ. സ്തോത്രം അപ്പച്ച ഹല്ലേലൂയ. കഴിഞ്ഞ കാലമൊക്കെ എൻ്റെ പിതാവ് ഏഴായിരുന്ന സ്ഥാനങ്ങളിൽ പിതാവ് ഞങ്ങൾക്ക് നല്ലതിന് വിശ്വസ്തമായി കൂടിയിരുന്നു. അടിക്കടെ ഓരോരുത്തരുടെ ആവശ്യമായി സഹായിച്ച നല്ല ദൈവത്തിനായി സ്തോത്രം. ആ നല്ല അപ്പച്ചൻ്റെ ഭാവത്തിലേക്ക് വീണ്ടും പ്രാവശ്യം കൂടെ ഏഴാടുങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നിട്ടുള്ള കൃപ വന്നതിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വാസ്തവമാടി ആരാധന ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ നടത്തപ്പെടുവാന് ദൈവകൃപ ഒന്ന് സഹായിക്കണമേ പ്രാർത്ഥാവേ. ഞങ്ങളുടെ പാട്ടെ പ്രാർത്ഥന സംഗീത സാക്ഷ്യങ്ങളെ ഞങ്ങളുടെ മെസ്സേജൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നവരല്ല അതാവേ ആത്മാവിൽ ആരാധിച്ച് കൂടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടക്കി പോകാൻ ദൈവകൃപ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥാവേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവ് പോരായ്മ ഞങ്ങൾ ഓർക്കവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പൂഴുവാൻ പ്രശംസിപ്പാൻ അഹങ്കരിപ്പാൻ നീങ്ങിപ്പാൻ ഒന്നും തന്നെ ദൈവത്തിലെ ഞങ്ങൾ പ്രാർത്ഥാവേ. ശേഷാൽ പി എസ് ജോർജ് പാസ്റ്റർ ഓർച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളിവിടെ ജോയിൻ ചെയ്യുന്നതിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കത്താവേ. ദൈവാസനെ കൂടെ അനുഗ്രഹപ്പെട്ട ദൂത് ഞങ്ങൾക്ക് ലഭിപ്പാൻ ദൈവ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കത്താവേ. അപ്പോൾ ആ ദൈവത്തിന്റെ നിയോഗത്താൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് താവേ ദൂത് ലഭിപ്പാൻ ദൈവകൃപ ഞങ്ങൾ പ്രാർത്ഥാവേ. ശേഷാൽ ഞങ്ങളുടെ ദേവദാസനെ അപ്പോൾ ഞങ്ങളുടെ ദേവാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊക്കെ അനുബന്ധിച്ച് യാത്രയിലായിരിക്കുന്നു. ആ മീറ്റിംഗ് ഒക്കെ ദൈവം അനുഗ്രഹമാക്കിക്കുന്നത് പ്രാർത്ഥാവേ. അങ്ങനെ എല്ലാ വിധത്തിലും ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനെ ദൈവകൃപ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗ പ്രാർത്ഥന കേട്ടിരിക്കാനായി സ്തോത്രം. നടത്തു വഴിക്കായി സ്തോത്രം. എല്ലാവരുടെ യേശുവിന്റെ തന്നെ ആമേൻ. നമുക്കെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞാൻ അല്പസമയം വചനം സൃഷ്ടിക്കാനുള്ള സമയമാണ്. അതിനകത്ത് മാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ടുവന്നു. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിനായി സ്തോത്രം. പിന്നെയും ആമേൻ. ദൈവജനത്തോടൊരുമിച്ച് ഞാൻ എൻ്റെ മാതൃസഭ പോലെ ഞാൻ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനങ്ങളോടൊരുമിച്ചായിരിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനായി സ്തോത്രം. ഇവിടെ ഞായറാഴ്ച രാവിലെയാണ്. അല്പം കഴിഞ്ഞാൽ ഞങ്ങൾക്കും ആരാധനയ്ക്ക് പോകണമെങ്കിലും അതിനു മുമ്പേ ഒന്ന് റീചാർജ് ആകുവാൻ ഞാൻ പ്രസംഗിക്കുന്നതിനപ്പുറത്ത് ദൈവജനങ്ങളോടായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ അകത്ത് തുള്ളൽ നടന്നതുപോലെ രാവിലത്തെ ആരാധന പ്രാർത്ഥന ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. എല്ലാറ്റിനായി സ്തോത്രം. പ്രിയ വറീസാന പ്രിയ അങ്കിളിനായി ദൈവം ജോയിച്ചാന് ദൈവം കൊടുത്ത എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. ആന്റിയെ ദൈവം ബലപ്പെടുത്തട്ടെ. തോമസ് അങ്കിള് ദൈവത്തിന് സ്തോത്രം. ബേച്ചാന മാമ അതുപോലെ സംഭാഷണ യാത്രയിലാണല്ലോ. റോയ് ബ്രദറിനെ ഓർത്ത് സ്തോത്രം. രൂപേൻ അതുപോലെ അനിസാൻഡി ജർസൻ എല്ലാവരെയും ഓർത്ത് ജസ്റ്റിസ് അമ്മേൻ എല്ലാവരെയും ഓർത്ത് സ്തോത്രം. ഞാൻ മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും ഞാനും അല്പം കഴിഞ്ഞാണെങ്കിലും ഓൺലൈനിലെ മീറ്റിങ്ങുകൾ കേൾക്കാറുണ്ട്. വളരെ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ദൈവസഭ ഒരു വലിയ ദൗത്യത്തിന്റെ മുന്നിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. ദൈവത്തിന് അങ്ങയോട് സ്തോത്രം. അമേൻ. ഒരു ദൈവമഹത്വം അമേൻ നഷ്ടപ്പെട്ട ദൈവമഹത്വം തിരികെ കൊണ്ടുവരുവാൻ ദൈവമക്കളെ നന്ദിയോട് സ്തോത്രം. അതിന് വില കൊടുക്കുന്ന ഒരു ദൈവസഭയാണ് അത്. നിശ്ചയമായും ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ ആവശ്യമാണ്. ഇന്ന് രാത്രികാലം അതിനുവേണ്ടി അമേൻ അമേൻ ഈ ദുർബലന്മാർ എന്ത് ചെയ്യാൻ പോകുന്നെന്നൊക്കെ ചോദിക്കുന്നവർ കണ്ടേക്കാം. പക്ഷെ ഇത് സ്വർഗത്തിലെ ദൈവം ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ആ വിഷയത്തിൽ അയച്ച് ദൈവസഭയെ മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയില് അവിടെയുള്ള ദൈവസഭ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സംഭാഷണം യാത്രയിലാണല്ലോ. അമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. ഇന്ന് രാവിലെ ഞാൻ കഴിഞ്ഞ രാത്രി ഞങ്ങളും സഭയായി ഒരാഴ്ച ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. അമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം അവിടുത്തെ മീറ്റിങ്ങിനെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. കേവലം ഒരു കോൺഫറൻസിനപ്പുറത്ത് ഒരു വലിയൊരു ആത്മപകർച്ച കർത്താവ് അയക്കട്ടെ. അമേൻ. സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ടാണല്ലോ ദൈവം നമ്മളെ ദൈവസന്നിധിയിലാക്കിയിരിക്കുന്നത്. ദൈവാത്മാവ് പ്രകാശനം തന്ന ഒരു ദൈവവചന ചിന്ത അമൻ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം, പഴയ നിയമത്തിലെ നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യമാണ്. ദ ബുക്ക് ഓഫ് നെഹമ്യ ചാപ്റ്റർ 1 വേഴ്സ് 1 to 4. നെഹമ്യാവിന്റെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള വാക്യം. ആരെങ്കിലും വായിക്കുന്നെങ്കിൽ സന്തോഷമായിരുന്നു. നിശ്ചയമായി നമുക്ക് ഒരുമിച്ച് ആ ശുശ്രൂഷയിലായിരിക്കാമല്ലോ. ഹഖല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ഒരു സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, താങ്ക് യു സിസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. ഈ വേദഭാഗം നമുക്കറിയാം. ഇന്ന് രാവിലെ കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് അവൻ സംസാരിക്കേണ്ടതിനായി ഒരു നിമിഷം വചനത്തിന്റെ വാതിൽ ദൈവം തുറന്നു തരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് രാവിലെ കാലം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാണ്. സഭയായി നിന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയോട് അവിടുത്തെ പാദപീഠത്തെങ്കിലായിരിക്കുന്നു. ഒരു വലിയ നിയോഗത്തിന്റെ മുമ്പിലാണല്ലോ ദൈവസഭയായിരിക്കുന്നത്. നിന്റെ ദാസനെയും കുടുംബത്തെ ഓർക്കുന്നു. പിതാക്കന്മാർക്കായി മാതാക്കൾക്കായി സ്തോത്രം. ഇതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ കോൺഫറൻസ് കഴിയുന്നിടം വരെയും കർത്താവ് ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം ആ സഭയുടെ മേൽ, ഓരോ കുടുംബത്തിന്റെ മേലും ദൈവം അയക്കണം. ആരുടെയും ആരോഗ്യത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. കുഞ്ഞുങ്ങളെ നീ സൂക്ഷിക്കണം. ഭൗതിക മണ്ഡലത്തില് എല്ലാ മേഖലകളിലും ഒരു സ്വസ്ഥത ദൈവം അയക്കണമേ. ആമേൻ. മതിലില്ലാത്ത പട്ടണത്തിന് ഞാൻ തീമതിലായിരിക്കുമെന്ന് കാണുന്ന പോലെ രക്തക്കോട്ടയ്ക്കുള്ള നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് പൊതിയണം. യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ആ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണം. ഈ രാത്രിയെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണം. ദൈവസഭയ്ക്കായ സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാവിലെ കാലം ഈ രാത്രി കാലം നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അമൻ ദൈവസഭയോട് അമൻ അരുളി ചെയ്യാനുള്ള ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തരുവാനിടയായത്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ഓരോരുത്തരെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാ. സെരുബാബേലിനെയും സെഖര്യാവിനെയും ദൈവമാക്കിയത് ആലയം പണിയാനായിരുന്നു. എന്നാൽ ആലയത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് മുമ്പേ ദൈവം നെഹമ്യാവിനെ കണ്ടത് നമുക്കറിയാം. മതില് പണിയുക, വാതിലുകൾ പണിയുക. നമ്മുടെ ആ കോൺഫറൻസിന് മുമ്പേ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത് ദുഷ്ടന്റെ എല്ലാ പ്രവേശന മാർഗങ്ങളെയും അടച്ചതിന് ശേഷമായിരിക്കണം ആ കോൺഫറൻസിലേക്ക് ദൈവസഭ പോകേണ്ടത്. ഇതൊരു സാധാരണ ഗെറ്റ് ടുഗദർ അല്ല, മീറ്റിംഗ് അല്ല. ദൈവമഹത്വം വെളിപ്പെടുവാനിടയാകണം. സ്തോത്രം. പർവ്വതത്തിലേക്ക് മോശയെ കയറ്റിയിട്ട് പറയുക, കുഞ്ഞെ എനിക്കറിയാം 30 ലക്ഷം ജനം ആ പാളയത്തിൽ കിടക്കുന്നത്, ഓരോ ദിവസത്തെ ആവശ്യമാ. അമ്മ ദൈവത്തിന് സ്തോത്രം. നീ ഇല്ലെങ്കിൽ അസ്വസ്ഥത കാണാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ നിന്റെ സ്വസ്ഥതയെ കെടുത്തുവാൻ, എന്റെ മഹത്വം ആമേൻ ഈ ജനത്തിന്റെ മധ്യയെ വെളിപ്പെടുത്തുവാൻ നീ എന്ന് വേറിട്ടിരിക്കണം. സഭ ഈ ദിവസങ്ങളിൽ വേറിട്ടിരിക്കുമ്പോൾ ദൈവമഹത്വം ആ ദേശത്ത് വെളിപ്പെടണം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആമേൻ നിന്റെ സ്വസ്ഥതയെ കെടുത്തുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കത്തില്ല. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലണം. ഈ ദിവസങ്ങളിൽ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. ആമേൻ ആ കൊളറാഡോ മാത്രമല്ല, ആമേൻ ആ നോർത്ത് അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവ തേജസ് അവിടെ വെളിപ്പെടുന്നതിന് മുമ്പേ ഓരോ കുടുംബങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തില് ആമേൻ, ആമേൻ, ആമേൻ. പലരുടെയും ജോലിയോടുള്ള ബന്ധത്തില്, ആരോഗ്യത്തോടുള്ള ബന്ധത്തില് ദുഷ്ടന്റെ എല്ലാ വിടക്ക് കണ്ണുകളെയും ഇന്ന് രാവിലെ കാലം ശാസിക്കുകയാണ്. സമ്പത്തിന്റെ കൂടുതൽ കൊണ്ടല്ല ദൈവമക്കളെ, എന്നാൽ ഇന്ന് പകലക്കാലം ഒരു വലിയ മഹാദൗത്യത്തിലാ ദൈവസഭയായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിനോട് സ്തോത്രം, ആ ഒരു മതില് കെട്ടുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥന ഈ നമ്മുടെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു അപ്പോസ്തോലിക് എന്ന് പറഞ്ഞാൽ ആമേൻ ഒരു റെസ്റ്റോറേഷൻ തന്നെ അവിടെ നടക്കുമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം വളരെ ജാഗരൂകരായി, പിന്നെ വചനം നാം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആമേൻ കുളിക്കുമ്പം പോലും ആയുധം ധരിച്ചുകൊണ്ടിരുന്നെന്ന്. അതെങ്ങനെയാ നടക്കുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അടുക്കളയിലാണെങ്കിലും ആമേൻ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ ആ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനാല് ആമേൻ ദൈവസഭ ആയിത്തീരുവാനിടയായിത്തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അതൊരിക്കലും വൃഥാവല്ലല്ലോ. ഇവിടെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ആമേൻ ഇവരുടെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചുകൊണ്ട് വന്നത് എവിടാണെന്നറിയാമോ? എവിടുന്നാ നമുക്കറിയാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മെസപ്പൊട്ടോമിയ, അല്ലെങ്കിൽ ബാബിലോണിൽ നിന്ന്. നമുക്കറിയാം മെസപ്പൊട്ടോമിയ, അവിടെ എല്ലാം പരിശോധിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചുകൊണ്ട് വന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം, ഈ ബാബേലിൽ നിന്ന്. ആമേൻ. നമ്മൾ ആ തിരുവചനം പഠിക്കുമ്പോൾ ആ റൂട്ട് മാപ്പ് ഒന്ന് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ആദാമിന് ദൈവം കൊടുത്ത ആ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആമേൻ. അതിനുശേഷം ആമേൻ ഹാബേൽ വരുന്നു. ഹാബേൽ ദൈവങ്ങളെ ആരാധിക്കുന്നവരോട് ഏത് കാലത്തും ശത്രുവിന് വെല്ലുവിളി ഉണ്ട് കേട്ടോ. ദൈവത്തെ പ്രസാദിക്കാൻ നോക്കിയേച്ചാൽ മതി, സകലരും എതിരായി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹാബേല് നോക്കണേ, 2 പേരേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ കായീൻ അത് പിടിച്ചില്ല, ആരാധകനെ നശിപ്പിച്ചു. പക്ഷേ സത്യാരാധന ഭൂമിയിൽ നിന്ന് മാറ്റുവാൻ കഴിഞ്ഞില്ല. ആമേൻ. ആ കുടുംബത്തിനകത്തു നിന്ന് ദൈവം ഒരു ശേത്തിനെ എഴുന്നേൽപ്പിക്കുവാനിടയായി, നഷ്ടപ്പെട്ടത് യഥാസ്ഥാനപ്പെടുത്തി. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആമേൻ യൂദാ പറയുന്നു, അവരും കായീന്റെ വഴിയിൽ പോകാനിടയായി. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഒരു ഹാനോക്കിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്നു. ഹാനോക്ക് ആമേൻ ദൈവത്തോടുകൂടെ നടന്നു. നോഹ, ഈ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ആദാമിന് നഷ്ടപ്പെട്ട അനുഗ്രഹം നോഹയിൽ ദൈവം റിസ്റ്റോർ ചെയ്തപ്പോൾ
മക്കളെ ശ്രദ്ധിക്കണമേ. ആമേൻ. ഒരു കൊല്ലത്തിൽ ചെല്ലുവാനും വെള്ളത്തിന്റെ പുറത്ത് നടന്ന ഈ നോഹ ആത്മാവിലാ, കൃപയിലാ നിന്നത്. ഓരോ നിമിഷവും ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ ഇന്നലത്തെ അനുഭവം കൊണ്ട് ഇന്ന് നിൽക്കാൻ പറ്റത്തില്ല. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. ഒരു കൊല്ലം വെള്ളത്തിന്റെ പുറകിൽ നടന്നവൻ ഒരു ഗ്ലാസ് മദ്യത്തിനകത്ത് അവന്റെ കൃപ ചോർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പിന്നെ ഈ ശാപത്തിലേക്ക് പോവുക. അതേ കുടുംബത്തിനകത്ത് ദൈവമക്കളെ ഇന്ന് രാവിലെ കാലം അമ്മേൻ ഞാൻ ഡെൻവർ സഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുക. അമ്മേൻ അമ്മേൻ. നമുക്കറിയാം അങ്ങനെ വന്ന സമയത്ത് അമ്മേൻ നോഹയുടെ ജീവിതത്തിലെ കൃത്യവിലോപം കണ്ട് കനാൻ ഉൾപ്പെടെ അപ്പന്റെ നഗ്നതയെ പറ്റി പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ഒരുത്തന് ആമേൻ ഒരു പുതപ്പ് കൊണ്ടുവന്ന് അപ്പന്റെ നഗ്നത മറച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഉറക്കമുണർന്ന നോഹ പറയുക, ശേമിന്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് ഒരു പുതപ്പ് വേണം കേട്ടോ. ദ ബ്ലാങ്കറ്റ് ഓഫ് ഗ്രേസ്. ദൈവത്തിന് സ്തോത്രം. കൃപയുടെ പുതപ്പ്. ആമേൻ. ചിലരുടെ ബലഹീനതകളെ മൂടുവാൻ ശത്രുവായ പിശാച് ആമേൻ ബലഹീനത പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന് ആമേൻ ഇന്ന് രാവിലെ കാലം ആമേൻ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. ആ ശേമിന്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവൻ. ആ ശേമിന്റെ വംശത്തിൽപ്പെട്ട തലമുറയെ ശത്രു വലിച്ചുകൊണ്ട് എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? കാരണം വാഗ്ദത്തം കിടക്കുന്ന ഇനി മുഴുവൻ ശേമിന്റെ കുടുംബത്തിലാ. ഇവനെ കൊണ്ട് ബാബിലോണിൽ കൊണ്ട് തളച്ചിട്ടു. ബാബേൽ എന്തുവാ? ദൈവത്തിനെതിരെയുള്ള മത്സരമാ. പക്ഷേ നിയോഗം ലഭിച്ചവന്റെ മേൽ എവിടെ പോയി കിടന്നാലും ആമേൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ ചില പിന്മാറ്റക്കാർ ദൈവസഭയിൽ മടങ്ങി വരുമെന്ന് ദൈവാത്മാവ് പറയുക. യേശുവിന്റെ നാമത്തില് ആമേൻ രക്തം എടുക്കുന്നു. അവരെ ആത്മാവിൽ ചേർത്ത് നിർത്തിക്കോണേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവം ചിലതിനെ റെസ്റ്റോർ ചെയ്യും. അങ്ങനെ ആ ബാബിലോണിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചുകൊണ്ട് വന്ന് എവിടെ? കനാനിലാക്കി. ആമേൻ. 7 ജാതിക ശക്തികൾ കുടിപാർത്തതിൽ നിന്ന് അതിനെയെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഡെൻവർ ദൈവസഭയെ ദൈവം നമ്മളെ അവിടെ നട്ടതാകട്ടോ. സ്തോത്രം. വേരുറപ്പിക്കത്തില്ല, വളർത്തത്തില്ലെന്ന് പറഞ്ഞതിന്റെ നടുവില് പലതിനെയും ആമേൻ ദൈവത്തിന്റെ ഇടപെടൽ അതിനകത്തിലുണ്ടായിരുന്നു. ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരുത്തിയില്ല. ദേശത്ത് രാജ്യത്തിന് ഒരു അനുഗ്രഹമായി ദൈവം നട്ട ഒരു സഭയാത്. ദുഷ്ടൻ അതിനെ കാണരുത്. ആമേൻ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കറിയാമോ ആമേൻ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആത്മീയത അനുഭവത്തിലാകരുത്, പരിചയത്തിന്റെ വെളിച്ചത്തിലാകരുത്. ഓരോ പ്രാവശ്യം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അത് ആത്മാവിന്റെ പുതുക്കത്തിലാകണം, ആത്മാവിലായിരിക്കണം. ആമേൻ. പരിചയത്തിന്റെ വെളിച്ചത്തിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ആമേൻ. ശബത്തുകൾ, ഉപവാസങ്ങള് എല്ലാം ഇവർക്കൊരു റിച്വലായി മാറാനിടയായി. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ ജനത്തെ നമുക്കറിയാം ഒരു 28 തലമുറ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് തിരിഞ്ഞെവിടെ വന്നെന്നറിയാമോ? ബാബിലോണിൽ തിരിച്ചു കൊണ്ട കെട്ടിയിടാനിടയായി തോന്നി. സ്തോത്രം. ആമേൻ. ആ സമയത്ത് നമുക്കറിയാം പ്രയോജനപ്പെടേണ്ട പലതിനെയും പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഇപ്പോൾ പ്രവാസത്തിലായിരിക്കുക ആര്? നെഹമ്യാവ് ഉൾപ്പെടെ. പക്ഷെ അവന്റെ അകം കത്തുക കടന്ന്. അവന്റെ ഹൃദയത്തിന്റെ വേദന എന്നാന്നറിയാമോ? മക്കളെ, വ്യക്തിഗത ആത്മീയതയിൽ ദൈവം തൃപ്തനല്ല കേട്ടോ. ചിലരുണ്ട് ഞാനും എൻ്റെ ദൈവവും സ്തോത്രം. നോ, അങ്ങനല്ല. ആമേൻ. ഈ ദിവസങ്ങളിലെ കോർപ്പറേറ്റായി സഭ അതാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ അനുഗ്രഹങ്ങൾ മുഴുവനും കിടക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു അന്യദേശത്ത് പാർത്ത നെഹമ്യാവിനെ പറ്റിയാണ് നാം വായിക്കുന്നത്. അവൻ അറിയേണ്ടത് സഭയുടെ ആത്മീയ അവസ്ഥയാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയ്ക്ക് വേണ്ടി അവന്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവമക്കളെ ലോകം പറയും ഇത് ഭോഷത്വമാ. അല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇതൊരു നിയോഗമാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മൾ തിരുവചനത്തിൽ പഠിക്കുന്ന സമയത്ത് ആമേൻ എസ്രായും നെഹമ്യാവും ഒരുമിച്ച് നിന്ന് പറയുക, കർത്താവേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നെഹമ്യാവ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. ഇവൻ പ്രവാസത്തിലായിരിക്കുക, ഒരു ഹൈ റാങ്കിങ് ഓഫീസറാ. അവൻ സെക്വറായി ഒരു 5 തലമുറയ്ക്കുള്ളതെല്ലാം സെറ്റിൽഡായി കിടക്കുക. ഏറ്റവും നല്ല ഒരു ഹൈ റാങ്കിങ് ഓഫീസിലാ പുള്ളി ആയിരിക്കുന്നത് നെഹമ്യാവ്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഹക്കല്യാവിന്റെ മകനാകൻ നെഹമ്യാവിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്.
ഈ ഹക്കല്യാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവമക്കളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നതാ. ആമേൻ. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നവൻ. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആ ദൈവസഭയ്ക്ക് തന്ന പിതാക്കന്മാർക്കായി സ്തോത്രം. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വരെ അവർ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിൽക്കട്ടെ. ബേബിച്ചാനെ ഓർത്ത് സ്തോത്രം. ദോഷങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. ബേബിച്ചാനെ അവിടെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് ഒത്തിരി മിസ്സിങ് ആ. തോന്നിയാവല സഭയ്ക്ക് ഒരു നഷ്ടമാണെങ്കിലും ആമേൻ ആമേൻ. ദൈവം തന്റെ ദാസനെ അവിടെ ആക്കിയതിനായി സ്തോത്രം. ഒത്തിരി മിസ്സിങ് ആ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പതിനാളെ അങ്ങോട്ട് പോകാറ്. ഞാൻ പറഞ്ഞത് ആ ദേശത്തൊരു ദൈവപ്രവർത്തിക്ക് ദൈവമാക്കിയേക്കുക. ആമേൻ. രക്തം ചെയ്യാം. ഈ ഹക്കില്യാവ് എന്ന വാക്കിന്റെ അർത്ഥം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നവൻ. ഒരു തലമുറയെ ആത്മാവിൽ കത്തിക്കുന്ന പിതാക്കന്മാരുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 4-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നു, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിലവിളിയ, കർത്താവേ ഭക്തന്മാരില്ല, വിശ്വസ്തന്മാര് കുറഞ്ഞുകൊണ്ടിരിക്കുക. വിശുദ്ധന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ. മിടുക്കന്മാര് കൂടിക്കൊണ്ടിരിക്കുക, വിശ്വസ്തന്മാര് കുറയുക. ആമേൻ. ഇതുപോലെ കാലം തലമുറ ആത്മാവിൽ പ്രകാശിക്കണമോ, അപ്പന്മാരുടെ കണ്ണുകൾ പ്രകാശിക്കണം. സ്തോത്രം. രക്തം ചെയ്യും. ആ ഒരു വെളിപ്പാട് ദൈവസഭയ്ക്ക് ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ പിതാക്കന്മാരിട്ടിരിക്കുന്ന ഒരു അടിസ്ഥാനമുണ്ട്. അത് ദൈവവചനത്തിൽ റൂട്ടഡാത്. ആമേൻ. സ്തോത്രം. ഇതാ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഈ നിങ്ങളെ ഈ ഫിലിപ്പോസിന്റെ പിള്ളേർ പ്രവചിച്ചില്ലേലേ ഉള്ള അതിശയം. ആമേൻ. സ്തോത്രം. നമ്മളെപ്പോഴും പല പ്രാവശ്യം അവിടെ വന്ന് പങ്കുവെച്ചിട്ടുള്ള വചനമാണ്. സഭായോഗം കഴിഞ്ഞ് ചോറ് വിളമ്പാനാ പുള്ളിയെ തെരഞ്ഞെടുത്തത്. സങ്കീർത്തനം വായിക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല. പക്ഷെ വിശ്വസ്തയോടെ ചെയ്തു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ 4 എണ്ണവും പ്രവചിക്കുന്നവരായി തീർന്നു. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ആമേൻ. ദൈവത്തിന് സ്തോത്രം. റുബൻ ബ്രദറെ ആമേൻ. അവർ രണ്ടുപേരും പ്രവാചകന്മാരാ കേട്ടോ. ഏത് ജോലി ചെയ്യട്ടെ, ട്രിപ്പിൾ PhD എടുക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രവചന ദൗത്യം ഉണ്ട്. സ്തോത്രം. നമ്മുടെ സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആത്മാവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന് അതിനോട് സ്തോത്രം. ആമേൻ. ആ ഒരു ദൗത്യത്തിന് വേണ്ടിയാ ദൈവം കണ്ടത്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ചോദിച്ചാ ആമേൻ. മോശയുടെ കൈ താങ്ങിയപ്പോൾ സ്റ്റേജിലൊന്നും കയറാത്ത ഒരു മനുഷ്യനുണ്ട്. കൺവെൻഷൻ നോട്ടീസിൽ പേര് വന്നില്ല, ഹൂരിന്റെ പേര്. സ്തോത്രം. മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ കൈ താങ്ങി. ഇന്നലകളിൽ ദൈവദാസന്മാരെ ചേർത്ത് നിർത്തിയത് കൈതാങ്ങി ദൈവം മറക്കത്തില്ല. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആലയപ്പണിക്ക് കൊച്ചുമക്കളെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ ആമേൻ. ദൈവം വിശ്വസ്തനാ. ആമേൻ. രക്തം ചെയ്യുമെടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്ന ഈ ബൈബിള് എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ബേവിച്ചാൻ എടുത്ത് എൻ്റെ തന്ന എൻ്റെ പിതാവിൻ്റെ ബൈബിളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. വേറെ ഒത്തിരി ബൈബിളുണ്ട്, എന്താന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാവിലെ അതാ ഞാൻ എടുത്തത്. അപ്പോഴായി ഹക്കില്യാവിന്റെ കാര്യം പറഞ്ഞു. അപ്പൻ കണ്ണുകളെ പ്രകാശിപ്പിച്ചു, തലമുറ ഗ്ലോറി ഇടിഞ്ഞു കിടന്ന മതിൽ പണിയുവാൻ ദൈവം എഴുന്നേൽപ്പിക്കുക. സ്തോത്രം. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച കൊച്ചുമക്കളെ വരെ ദൈവം അതിനു വേണ്ടി ഉപയോഗിക്കും. ആമേൻ. അലിസാന്റി ഒരിക്കലും വൃതാവല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്ര. കണ്ണുനീര് ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥന പോരാളിയായി ഞാൻ എന്നോ ചെയ്യാനാ. ദൈവത്തിന് സ്തോത്രം. ഒരൊറ്റ എസ്തേർ മതി. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നാക്കോക്കിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പ്രയർ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത്, അതൊക്കെ നടന്നോളും. പക്ഷെ ഈ പ്രാർത്ഥന ആമേൻ കോൺഫറൻസ് കഴിഞ്ഞാലും നിർത്തരുത് ബ്രദറെ. ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തോണം. പ്രൈസ് ഗോഡ്. ഒരു വലിയ അതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഇതിനകത്തിൽ കൂടെ ദൈവത്തിന് ചെയ്യാനുണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ മീറ്റിംഗും കാണും. ജസം ബ്രദറിന്റെ കർത്താവ് കൊടുത്ത ഭവന പ്രതിഷ്ഠ കാണാനിടയായി. ഒത്തിരി സന്തോഷം. മർക്കോസിന്റെ മാളിക മുറി പോലെ അനേകര് കടന്നു വന്ന് അവിടെ വിടുതൽ പ്രാപിക്കട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ദൈവമഹത്വം വെളിപ്പെടട്ടെ. സ്തോത്രം. അപ്പൻ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീമോഥെയോസിനെ നോക്കി കർത്താവ് പൗലോസ് പറയുക, മോനെ കൂടെ നിന്ന് ഒത്തിരി പേരുണ്ട്, പക്ഷെ ഇന്ന് ഈ മാറ്റം കൊടുക്കാൻ ആരെയും ഞാൻ കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദേമാസ് ഉൾപ്പെടെ പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആത്മാവിൽ നിൽക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, ഒരു പണിപ്പരയിൽ ഞാൻ ഒരുത്തനെ പണിതെടുക്കുന്നുണ്ട്. ജീസസ്. അത് മറ്റാരുമല്ല, തീമോഥെയോസ്. അവന് വലിയ കുടുംബ പശ്ചാത്തലമൊന്നുമില്ല. ആമേൻ. പ്രൈസ് ഗോഡ്.
ആമേൻ. എന്നിട്ട് പൗലോസ് പറയുക, തുല്യചിത്തനായി നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ഈ ദിവസങ്ങളില് ആമേൻ വാതില് പണിയുന്ന ഒരു തലമുറ ആത്മാവിൽ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ദ ലോർഡ് വൺ ഹു കംഫർട്ട്സ്. ആമേൻ. ആശ്വസിപ്പിക്കുന്നവൻ. മക്കളെ, നമ്മുടെ തലമുറ നമുക്കൊരു ഇന്ന് രാവിലെ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു കേട്ടോ. ഇന്നലെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വേണ്ടി പോവാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം. ഒരപ്പൻ ലാമയൊക്കെ എന്തോ എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഭാരപ്പെടണ്ട കേട്ടോ. ദൈവം ദാനം തന്ന ശാരൻ ഉൾപ്പെടെ അവൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഒന്നിനെയും ദുഷ്ടം തൊടത്തില്ല. ലാമേക്ക് തലമുറയെ നോക്കി പറയുക, ആമേൻ, സ്തോത്രം ചെയ്ത് ഇവൻ ഒരു ആശ്വാസപ്രദനായിരിക്കും ദൈവത്തിനും ആമേൻ ദൈവരാജ്യത്തിനും. നമ്മുടെ തലമുറ ഒരു അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം ദ ലോർഡ് കംഫർട്ട്സ്. പേഴ്സണലി നെഹമ്യാവ് സെറ്റിൽഡ്. അവൻ എല്ലാറ്റിലും അവന് സ്വസ്ഥത അനുഭവിക്കുക. പക്ഷേ നമുക്കറിയാം, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ശേഷിപ്പ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ ശൂഷൻ രാജധാനി. നമുക്കറിയാം, കിസ്ലവ് മാസം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൻ നമ്മൾ ആ ദൈവത്തിന് അങ്ങോട്ട് സ്തോത്രം. അതിന്റെ ആ യഹൂദ കലണ്ടർ വെച്ച് നോക്കിയാൽ പുള്ളിക്ക് അറിയേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുന്നത് എന്തുവാണെന്നറിയാമോ? ആത്മിക വിഷയമാണ് നെഹമ്യാവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രണ്ടാഴ്ച വരെ കേരളത്തിലുള്ളവർ രണ്ട് മലയാളികൾ തമ്മിൽ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ആരായിരിക്കും മുഖ്യമന്ത്രി എന്നായിരുന്നു. അവിടെ ആരേലും ആകട്ടെ. സ്തോത്രം. അമ്മേൻ, അമ്മേൻ. രണ്ട് ഭാഷന്മാരിത് പണ്ടൊക്കെ ദൈവങ്ങൾ തമ്മിൽ കാണുമ്പോൾ കർത്താവ് വരാറായി, എങ്ങനെയുണ്ട് കർത്താവിന്റെ വേല, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നോ ആമേൻ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു ദൈവവൈതലിന് സംസാരിപ്പാനുള്ളത് ആത്മിക വിഷയങ്ങളാ. ദൈവസഭയുടെ അവസ്ഥയാ. വ്യക്തിഗത ആത്മികതയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അമേൻ, സ്തോത്രം. സഭയുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ, അമേൻ, അമേൻ. അവസ്ഥയെ പറ്റി കൺസേൺ ഉള്ളവർക്കായി സ്തോത്രം. നെഹമ്യാവിന് അറിയേണ്ടത് ആത്മിക വിഷയങ്ങളാണ്. ദൈവസഭയുടെ ഇന്നത്തെ അവസ്ഥ. അമേൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നെഹമ്യാവ് അവരോട് ചോദിച്ചപ്പോൾ അമേൻ അവരിൽ നിന്ന് കേട്ട വാർത്ത അമേൻ തന്നെ ഒരിക്കലും ആശ്വസിപ്പിക്കുന്നതല്ല. മക്കളെ, കഴിവുള്ളിടത്തോളം നെഗറ്റീവായിട്ടുള്ളത് കേൾക്കാതിരിക്കാൻ ഇന്നതാ ഏറ്റവും നല്ലത് കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. അമേൻ. എന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയാ കേൾക്കുന്നത്? സ്തോത്രം. അതുവരെ നമ്മുടെ കേൾവി എന്തിനു വേണ്ടി ഉള്ളതാ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. ഇന്ന് രാവിലെ കാലം ഞാൻ അവിടേക്ക് പോകുന്നില്ല. അമേൻ. അവര് യെരുശലേമിനെ കുറിച്ചും യഹൂദന്മാരെ കുറിച്ചും ഞാൻ ചോദിച്ചു. സഭ ദൈവജനത്തിന്റെ ആത്മീയതയെ പറ്റി അറിയാനാ. ദൈവത്തിന് സ്തോത്രം. അമേൻ. ഒരു അഭിഷക്തന്റെ താല്പര്യമെന്ന് കാണാൻ സാധിക്കുന്നു. അമേൻ. ദൈവത്തിന് സ്തോത്രം. അവർ കേട്ട വാർത്ത അത്ര സുഖകരമല്ല. ഇന്നത്തെ സഭയുടെ അവസ്ഥയാ. ഞാൻ എക്സ്ക്ലൂസീവ് ഇല്ലെന്നല്ല, ഒരു കൃപയാലുള്ള തെരഞ്ഞെടുപ്പും പ്രകാരം ഒരു ശേഷിപ്പ് എവിടെയും ഉണ്ട്. അത് ഡെൻവറിലും ഉണ്ട്, ബാംഗ്ലൂരിലും, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇന്ന് പൊതുവെ ഗ്ലോബലി ദൈവസഭയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ദൈവമക്കളെ, നാം ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് കേട്ട കാര്യം 4 കാര്യം അവിടെ പറയുന്നുണ്ട്. 1, അവിടെയുള്ള ദൈവജനം ആമേൻ മഹാ കഷ്ടത്തിലായിരിക്കുക. 2, അപമാനത്തിലായിരിക്കുന്നു. 3, മതിലിടിഞ്ഞു. 4, വാതിൽ തീ വെച്ചും ചുട്ടും കിടക്കുന്നു. മഹാകഷ്ടമെന്ന് ഇന്നത്തെ സഭയുടെ കഷ്ടത തന്നെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കളെ, ഓരോ വിശ്വാസിയും നമ്മള് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നു, വി ആർ ക്രൈസ്റ്റ് അംബാസഡേഴ്സ്. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് നാം. ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിട്ട് ദൈവം നമ്മളെ ആക്കിയേക്കുന്നത്. സ്തോത്രം. സഭ സ്വർഗത്തിന്റെ ഒരു പതിപ്പാ കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞാൽ, സഭ കർത്താവിന്റെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു കോൺസുലേറ്റും
വിശ്വാസികൾ അവന്റെ അംബാസഡേഴ്സുമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ കർത്താവിന് ആമേൻ എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാനുള്ളത് അവന്റെ ശരീരമായ സഭയിൽ കൂടെ. ആ ഡെൻവറിനോട് കർത്താവിന് ഇടപെടുവാനുള്ളത് ആമേൻ ആമേൻ ദൈവമക്കളെ ദൈവസഭയിൽ കൂടെ കേട്ടോ. സ്തോത്രം. നമ്മളെ എഫേസ്യ ലേഖനത്തില് അത് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസഭ അത് ധ്യാനിച്ചതാണല്ലോ. സ്തോത്രം. നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വാഴ്ചകൾ, അധികാരങ്ങള്, കർത്തൃത്വങ്ങള്, സകലത്തിന്റെ മേലും ജയമെടുത്ത കർത്താവ് ആമേൻ ആ അധികാരം ആർക്കാ കൊടുത്തത്? അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുവാനിടയായി. ഇന്ന് ദൈവത്തിന് സ്തോത്രം ആമേൻ ദൈവമക്കളെ സഭ കടന്നു പോകുന്ന അവസ്ഥ നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വലിയൊരു കഷ്ടത്തിൽ കൂടെ കടന്നുപോയത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വന്നത് രാജസന്തതികളായിട്ടാ ദേശത്തെ വാഴാനാ വന്നത്. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ശത്രു പറയുക, ഇവരെ ഇങ്ങനെ വിട്ടാൽ ദേശം കൈപ്പടയിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞ് പീഡ അഴിച്ചു വിടാനിടയായി. ഇപ്പോൾ ഇവരെ വിളിക്കുന്ന പേരെന്നാന്നറിയാമോ? രാജസന്തതികളായിട്ട് വന്ന ഈ യാക്കോബിന്റെ മക്കളെ ഇപ്പം വിളിക്കുന്നത് അടിമകളെന്ന. സ്തോത്രം. ഇന്ന് പോലെ കാലം ദൈവത്തിന് സ്തോത്രം. ആമേൻ നമ്മൾ ആത്മാവില് ദേശത്ത് ആമേൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടവരാ. 2, അപമാനത്തിലായിരിക്കുക. പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് പലരും. നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ ഈ ദിവസങ്ങളില് ആമേൻ കർത്താവിനെ പ്രതിനിധീകരിപ്പാൻ ദൈവം സഭയെ ദേശത്താക്കിയേക്കുക. ഇതാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നെഹമ്യാവിന്റെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. 3ാമത് അവനെ ഭാരപ്പെടുത്തിയ വിഷയം ആമേൻ മതിലിടിഞ്ഞു കിടക്കുകയാ. ദൈവത്തിന് സ്തോത്രം. മതിലിടുക എന്ന് പറയുന്നത് എന്തുവാന്നറിയാമോ? വേർപാട്. ലോകവും സഭയും തമ്മില് വേർതിരിക്കുന്ന ഒരു മതിലുണ്ട് ദൈവസഭയ്ക്ക്. സഭ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എക്ലീഷ്യ. ആമേൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. നാം ലോകത്തിലാണെങ്കിലും നാം ലോകക്കാരല്ല. സ്തോത്രം. ആമേൻ എബ്രായലേഖനം 12 റോമാലേഖനം 12:2 വായിക്കുന്നു, ലോകത്തോട് അനുരൂപരാകാതെ. ദൈവമക്കളെ അത് ബാംഗ്ലൂരിലാണെങ്കിലും ദൈവത്തിന് സ്തോത്രം, അമേരിക്കയിലാണെങ്കിലും ന്യൂസിലൻഡിനാണെങ്കിലും പ്രമാണത്തിന് മാറ്റമില്ല. കൾച്ചർ മാറും, സംസ്കാരം മാറും, ദൈവവചനത്തിന്റെ പ്രമാണത്തിന് മാറ്റമില്ല. ദൈവസഭ വേർപെട്ടവരുടെ കൂട്ടമാ. അശുദ്ധമായതൊന്നും തുടരുത്. ആമേൻ ദൈവത്തിന് സ്തോത്രം. മതിലിടിയുവാനിടയായി തീരരുത്. ഹല്ലേലൂയ. എത്ര സംസ്കാരങ്ങൾ മാറിയാലും, എത്ര കൾച്ചർ മാറിയാലും വേദപുസ്തകത്തിന് ഒരു സംസ്കാരമുണ്ട്. ആമേൻ സഭ വേർപെട്ടവരുടെ കൂട്ടമാണ്. ആമേൻ ഒരു ദൈവദാസൻ പറഞ്ഞു, റൈറ്റ് നൗ ചർച്ച് ബിക്കം അനദർ വേർഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ഒരു തനിപ്പകർപ്പായി പലപ്പോഴും സഭ മാറുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ലോകത്തെയും സഭയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതിലുണ്ട് ദൈവസഭയ്ക്ക്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. മതിൽ നമുക്കറിയാം ശത്രുവിന്റെ പ്രവേശന മാർഗങ്ങളെ തടയുന്നതാണ്. നമ്മുടെ അമേരിക്കൻ ഗവൺമെന്റ് ആണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും ഏറ്റവും അധികം അവർ സ്പെൻഡ് ചെയ്യുന്നത് ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയാ. ശത്രുക്കൾ അകത്ത് കയറാതെ വേലി കെട്ടി അല്ലെങ്കിൽ മതിൽ കെട്ടി കാവലാക്കാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളില് ലോകം സഭയിൽ കയറാതെ മതിൽ കെട്ടുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയുക, ഞാൻ പോയ ശേഷം ഞാൻ ഉള്ളിടത്തോളം അനുവദിക്കപ്പെടത്തില്ല. ആമേൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചിലര് പുറത്തുനിന്ന്. നമുക്ക് എന്തിനായി ആദാമിനോട് കർത്താവ് പറഞ്ഞത്? നീ സൂക്ഷിക്കണം. 2 കാര്യത്തിന്. 1, ടു കീപ് ആൻഡ് ടു നറിഷ്. നീ തോട്ടം സൂക്ഷിക്കണം, അതിനെ നീ എന്നെ കാവലാക്കണം, അതിനെ നീ പരിപാലിക്കണം. പുറത്തൊരു ശത്രുവുണ്ട്, അതകത്ത് കയറാതെ നാം മതിൽ കെട്ടുവാനായിട്ടിടയായിത്തീരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ലോകസ്നേഹം നമുക്കറിയാം വിശ്വാസികളുടെ ത്രിവിധ ശത്രുക്കള് ലോകം, ജഡം, പിശാച്. ഈ വേർഡ്ലി സിസ്റ്റം എപ്പോഴും ദൈവജനത്തിനെതിരാ. നിമക്കളെ മതില് നമുക്കറിയാം അമ്മൻ ഒരു ദിവസം കൊണ്ടല്ല, അത് ഘട്ടം ഘട്ടമായിട്ടാണ് അത് ഇടിയുന്നത്. അമ്മ ഈ ദിവസങ്ങളില് ലോകം സഭയ്ക്കകത്ത് വരാതെ നാം സൂക്ഷിക്കണം.
പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമുക്കറിയാം, പ്രായമുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഇന്നത്തെ പോലെ സോർട്ടക്സ് റൈസ് ഒന്നുമില്ല. പണ്ട് നമുക്ക് കടയിൽ നിന്ന് അരി വാങ്ങിച്ചുകൊണ്ട് വന്ന അമ്മമാർക്ക് ഒരു ദിവസത്തെ മെനക്കേട ഇതിനകത്ത് നിന്ന് കല്ല് പറക്കി കളയണം. അഥവാ ഇനി കല്ല് പറക്കി കളഞ്ഞാൽ പിന്നെയും വെള്ളത്തിനകത്തിട്ടൊന്ന് അരിച്ചെടുത്ത് ഇത് കലത്തിലിട്ടാലും പിന്നെയും കല്ല് കാണും. അത് കല്ല് കിട്ടുന്ന വീട്ടിലെ അച്ഛനായിരിക്കും, അടിയുടെ ബഹളമാ പിന്നെന്ന്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആമേൻ. അരിക്കകത്തുള്ള കല്ല് പറക്കി കളയുമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ആമേൻ, കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന അരി, ആമേൻ, എന്താ പറയുക, നമ്മുടെ സഞ്ചി പൊട്ടി ആ അരി മണ്ണിനകത്ത് വീണാ പിന്നെ എന്നോ ചെയ്യും? പറക്കത്തില്ല, ഉപേക്ഷിക്കും. എന്നിട്ട് അപ്പം പറയും, പോട്ട് കോഴി തിന്നോട്ടെന്ന് പറയും. ആമേൻ, സ്തോത്രം. ഒരു കാലത്ത് സഭയ്ക്കകത്ത് വരുന്ന കല്ല് പറക്കി കളയുമായിരുന്നു. ഇന്ന് ലോകം സഭയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യുന്നത്? പ്രൈസ് ഗോഡ്. ആമേൻ. സഭ ദൈവമക്കളെ മതില് പൊളിയുവാനിടയാകരുത്. ആമേൻ. ഒരു വേർഡ്ലി സിസ്റ്റം ഇതിനകത്ത് വരാനിടയാകരുത്. ദൈവസഭയ്ക്ക് ദൈവമക്കളെ എത്ര നമുക്ക് നിശ്ചയമായും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ നല്ലതാ. പക്ഷേ പ്രമാണത്തിന് മാറ്റമില്ല. ഈ വചനത്തിലാണ് നാം നിൽക്കേണ്ടത്. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവസഭയ്ക്ക് ഉയർത്താൻ താങ്ക് യു റോയ് ബ്രദർ, എത്ര ഹൃദയം സന്തോഷിക്കായിരുന്നു ആ പാട്ട് കേട്ടപ്പോൾ. യേശുവിൻ നാമം നമുക്ക് ഉയർത്താൻ ഒരു നാമമേ ഉള്ളൂ. നമ്മുടെ ആരാധനയില് നമുക്ക് ഉയർത്താൻ ഒരു നാമമേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. ആമേൻ. അങ്ങനെ സംഭവിക്കട്ടെ. അധികാരസ്ഥരൊക്കെ, ഉന്നതന്മാരൊക്കെ ദൈവസഭയെ ദൈവം അയക്കും കേട്ടോ. മേയർമാരൊക്കെ വരും. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇനി പ്രസിഡന്റ് ട്രംപ് നമ്മുടെ ആരാധനയ്ക്കകത്ത് വന്നാലും ഉയർത്തേണ്ടത് യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് 5 മിനിറ്റ് ആരാധന നിർത്തി പ്രസിഡന്റിന്റെ ആദരിക്കാമെന്ന് പറയരുത്. ആമേൻ. സ്തോത്രം. ആമേൻ. അവിടെ ബ്രദർ അവിടെ ഇരുന്നാട്ട് നിന്നെ കാട്ടി വലിയൊരു രാജാവിനെ ഞങ്ങൾ ആരാധിക്കാനിരിക്കുന്നത്. ദൈവത്തിന് ആ ഒരു വെളിപ്പാടാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്നും വേദനയുണ്ട്. നമ്മുടെ ഒരു വിശുദ്ധ ആരാധനയ്ക്കകത്ത് ഒരുത്തിനെ കൊണ്ടുവന്നതിന്റെ ഗതികേട ഇപ്പോഴും കേരള സഭ അനുഭവിക്കുന്ന വേദനയോടൊക്കെ പറയുക ഞാൻ. മക്കളെ, ആമേൻ, സ്തോത്രം. ഇതിനകത്ത് കയറാനിടയായി തീരരുത്. പ്രൈസ് ഗോഡ്. മതില് പൊളിഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. മതിൽ കെട്ടി ലോകത്തെ അടക്കിയ പുറത്തുള്ളത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന് അറപ്പെന്നാ നമ്മൾ വായിക്കുന്നത്. മതില് ഒരു ദിവസം കൊണ്ടല്ല പൊളിയുന്നത്. അത് ഘട്ടം ഘട്ടമായി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. മതില് പൊളിഞ്ഞു. ആമേൻ. 2, ആമേൻ, വാതില് തീ വെച്ച് കിടക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ പലപ്പോഴും ലോകസ്നേഹം നമ്മള് യാക്കോബിന്റെ ലേഖനം നമുക്കറിയാം. യാക്കോബിന്റെ ലേഖനം 4:4 ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. പ്രൈസലോ. പലരും ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് കണ്ടാൽ അവിടെ ദൈവത്തെ എല്ലാവരും ആരാധിക്കുന്നവർ, അതിനായി സ്തോത്രം. ഇവൻ ശത്രുപക്ഷത്തുള്ളവനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കാരണം ഒരു സ്തോത്രം പറയത്തില്ല, ഒരു ഹല്ലേലൂയ പറയത്തില്ല. ആമേൻ. ഞാൻ പറഞ്ഞത്, ആമേൻ, ആമേൻ, ശത്രു, ആമേൻ, ലോകമകത്തു വരാൻ നാം അനുവദിക്കപ്പെടരുത്. സ്തോത്രം. 4-മത്തെ അവനെ ഭാരപ്പെടുത്തിയ വിഷയം, ആമേൻ, ആമേൻ, വാതിലുകൾ ആമേൻ ചുട്ട് കിടക്കുക. അത് ദൈവമക്കളെ നന്ദിയോട് സ്തോത്രം. ബോധപൂർവമായ ശത്രുവിന്റെ ഒരു ഇടപെടലാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണോ? ആമേൻ. ദൈവസഭ ദൈവമക്കളെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനിടയാകണം. വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നാം ദൈവമക്കളെ ശത്രുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് ആകരുത്. അത് ഇമോഷണലിൽ ഒന്നും ആകരുത്. നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ ആ വാതില്. ആമേൻ. ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ആമേൻ നമ്മൾ വിചാരിക്കുന്ന രാവിലെ ഈ മനുഷ്യൻ എന്നാ ഇതൊക്കെ പറയുന്നേ. നമ്മൾ അതിമക്കൾ ഒരു പക്ഷേ മുന്നറിയിപ്പായിരിക്കാം. ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ സഭയുടെ മധ്യേ നടന്ന കർത്താവ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയ്ക്ക് പുറത്തായി. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ആമേൻ, സ്തോത്രം, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാത്ത ഒരു ആരാധന നമുക്ക് വേണ്ട.
ആമേൻ, സ്തോത്രം. നമ്മുടെ ഓരോ ആരാധനകളിലും നമ്മുടെ ഓരോ കൂടിവരവുകളിലും ദൈവമഹത്വം വെളിപ്പെടുവാനിടയാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. ആ സാന്നിധ്യം ആമേൻ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവമിടയാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ലോകമാണ്. ലോകത്തെ വാഴാൻ ആക്കിയ നമ്മളെ ഇന്ന് ലോകം വാണോണ്ടിരിക്കുക. നാം അതിന് അനുവദിക്കപ്പെടരുത്. ആമേൻ. നെഹമ്യാവിനെ ഭാരപ്പെടുത്തിയത് 4 വിഷയമായി. ഈ ദിവസങ്ങളില് നമ്മുടെ പ്രാർത്ഥന, ദൈവത്തിന് സ്തോത്രം, അതാ കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാ നെഹമ്യാവ് ഇത് കേട്ടത്? അത് ഗോസിപ്പിന് വേണ്ടി അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നെഹമ്യാവ് ഈ വാർത്ത കേട്ടിട്ട് 4 പേരോട് വിളിച്ചു പറഞ്ഞില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഈ ഗതികേട് അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. ഈ വാർത്ത കേട്ട ഉടനെ നെഹമ്യ, എന്തിനാ നാം കേൾക്കുന്നത്? സ്തോത്രം. മകളെ, പണ്ട് PG വർഗീസ് ഒരു 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 പോസ്റ്റർ എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളുടെ കുറ്റം പറയരുതെന്നും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ ഗോസ്പലൈസേഷൻ നിന്നപ്പോഴായി ഗോസിപ്പ് തുടങ്ങിയത്. ദൈവത്തിന് എന്നോട് സ്തോത്രം. അതുകൊണ്ട് നെഹമ്യാവ് കേട്ടത് എന്തിനു വേണ്ടിയാ? സ്തോത്രം, ആമേൻ, ആമേൻ, മറ്റൊന്നിനും അല്ല. ഇത് കേട്ടപ്പോൾ മക്കളെ, ഈ വൺ ടൈം അല്ല ഇത് പറയുന്നേ. അവൻ കുറെ നാൾ ദുഃഖിച്ചും കരഞ്ഞും എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നവൻ ഏങ്ങി കരയുന്നു. അടക്കുവാൻ പറ്റാത്ത ഒരാത്മഭാരം. മക്കളെ, നമുക്കറിയാം, പല മരണ വീടുകളിലും ചെല്ലുന്ന സമയത്ത് വല്ലവരും കരയുന്നത് കണ്ട് കരഞ്ഞേച്ചു പോരുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ, ഞാൻ കുറ്റം പറയുമെന്നല്ല. ഈ ചങ്ക് പൊട്ടി പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ കരയുന്ന മാതാവ് കരയുന്നേ കണ്ട് കരഞ്ഞേച്ച് വെളിയിലിറങ്ങി ചിരിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അകത്തു വേദനയുള്ള അമ്മയുടെ അമ്മേൻ ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ ഈ അമ്മ ഏങ്ങലടിച്ചുകൊണ്ടിരിക്കും. ഇതാ നെഹമ്യാവ് ചെയ്തത്. യേശുവിന്റെ നാമത്തിൽ ആരാധനയിൽ വരുമ്പോൾ മാത്രം കൈപൊക്കി ഒരു സ്തോത്രം പറയുകയല്ല. നെഹമ്യാവ് ഈ പ്രാർത്ഥന തുടങ്ങിയത്, ദൈവമക്കളെ, നന്ദിയോട് സ്തോത്രം, ഡിസംബർ മാസത്തിലാണ്. അവൻ ഏങ്ങി കരയുക. അവന്റെ ദുഃഖത്തെ അടക്കാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം, ആമേൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് രാവിലെ കാലം ദൈവം അങ്ങനെ ആത്മാവിൽ കരയുന്ന ഒരു കൂട്ടം ദൈവജനം ആ സഭയ്ക്കുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവൻ ഏങ്ങി കരയുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയില് അവൻ ദൈവത്തിന് സ്തോത്രം, അവനെ തന്നെ സമർപ്പിക്കുക. മക്കളെ, ഇന്ന് രാവിലെ കാലം ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവൻ കുറെ നാൾ ദുഃഖിച്ചും കരഞ്ഞും, ആമേൻ. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഉപവസിക്കാൻ തുടങ്ങി. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോറി, മറ്റൊരു ഡിസ്റ്റർബൻസ് വന്നതാണ്. അവൻ ഒരു ദിവസം കൊണ്ട് അവൻ നിർത്തിയില്ല. അവൻ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പറഞ്ഞത് എന്തെന്നാൽ, സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ പേര് പ്രാർത്ഥന കേൾക്കുന്നവൻ എന്നുള്ളതാണ്. ദൈവത്തിനോട് സ്തോത്രം. ദൈവമക്കളെ, ആമേൻ. സാഹചര്യങ്ങളോടുള്ള ബന്ധത്തില് നമ്മുടെ പ്രതികരണം കർത്താവ് നോക്കും കേട്ടോ. സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ, ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ കുറ്റം പറഞ്ഞാൽ, ദൈവമക്കളെ, കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും എങ്ങും ആരും രക്ഷപ്പെട്ടത് കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാവിലെ കാലം വിഷയങ്ങളുടെ മുമ്പിൽ മുഴങ്കാലും അടക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം മാനിപ്പാനിടയായിത്തീരും. ആമേൻ, സ്തോത്രം. തകർച്ചകൾ കണ്ടും അന്യോന്യം കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. ഈ നെഹമ്യാവ് ചെയ്തത്, അവൻ പ്രാർത്ഥിപ്പാനായിട്ട് തോന്നി. ഇന്നത്തെ നമ്മുടെ സഭയുടെ അധപ്പതനം നമ്മുടെ ദുഃഖമായിരിക്കട്ടെ, നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുന്നതായിരിക്കട്ടെ, ആമേൻ, ആത്മീയ ജീവിതത്തിന്റെ അധപ്പതനം എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. യെരമ്യാവ് ചോദിക്കുക, അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? 9-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും കണ്ണുനീരുറവയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആമേൻ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദൈവം ആദരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ഏലിയാവിനെ പറ്റി നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളവരാ. ദിവസങ്ങളിലൊക്കെ ദൈവാത്മാവ് ഇടപെട്ട ഒരു വചനമാണ്.
പ്രൈസ് ദി ലോർഡ്. ആ ദർശനം ഉള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ ആത്മാവിന്റെ വേദന ആഴത്തിൽ അറിയുന്നവർക്ക് മാത്രമേ ആ ദുഃഖമുള്ളൂ. നിങ്ങൾ ആ 2-ാം അധ്യായത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ആ ദുഃഖത്തിന്റെ ആഴം എത്ര വലുതായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആത്മഭാരമുള്ള ഒരു കൂട്ടം ദൈവ കുഞ്ഞുങ്ങളെ, മാതാക്കളെ, പിതാക്കന്മാരെ ദൈവസഭയ്ക്ക് തന്നത് ആ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം, നന്മയെന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയട്ടെ, അതിനായി സ്തോത്രം. നമുക്ക് ലഭിച്ച ആ സാങ്ച്വറിയേക്കാൾ വലുതാ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കളെ ദൈവസഭയ്ക്ക് ദൈവം തന്നത്. ഹല്ലേലൂയ, ആമേൻ. അവൻ ദുഃഖിച്ച് അവന്റെ പ്രാർത്ഥന നോക്കണേ, ദൈവത്തിന് സ്തോത്രം. അവൻ ഏങ്ങിക്കരയുക. ഇന്നത്തെ സഭയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ ഞാനതിനൊന്നും അതിനൊന്നും എതിരല്ല. നമുക്കറിയാം, നമ്മൾ ആ ഒരു കോഴ്സിന് വേണ്ടി നിൽക്കുന്ന ദൈവസഭയാ. ചർച്ച് ഗ്രോത്ത് സെമിനാർ നടത്തിയാൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരത്തില്ല. പ്രാർത്ഥിക്കാൻ, മുഴങ്കാലിന്റെ മേൽ നിൽക്കുവാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റേലേ പറ്റത്തുള്ളൂ. ഇ.എം. ബോൺസ് എന്ന് പറയുന്ന ആ ദൈവദാസനെ അധികം പേര് കേട്ടിട്ടില്ല, ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമുക്ക് ഇവാൻ റോബർട്ട്സ്, ചാൾസ് പാർഹാം, ഇങ്ങനെയുള്ള അസൂസ സ്ട്രീറ്റ് ഉണർവിനൊക്കെ ദൈവം ഉപയോഗിച്ചവരെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഇ.എം. ബോൺസ് എന്ന് പറയുന്ന ഈ ദൈവദാസൻ 40 കൊല്ലം എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് 4 മണി മുതൽ 7 മണി വരെ 3 മണിക്കൂർ മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ദേശത്തൊരു ഉണർവുണ്ടാകുവാൻ ഒറ്റ ദിവസമല്ല, 40 വർഷം. ദൈവത്തിന് സ്തോത്രം. മക്കളെ, തന്നെ വിസിറ്റ് ചെയ്യാൻ ഒരാൾ തൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് വന്നപ്പോൾ കരണ്ടടിക്കുന്നത് പോലെ ദൈവസാന്നിധ്യത്തിൽ അവൻ വീഴാനിടയായി തീർന്നു. ആ ദൈവദാസന്റെ പ്രാർത്ഥനയാ അനേകരെ ആത്മാവിൽ കത്തിക്കുവാനിടയായി തീർന്നത്. പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ ഒന്നുമില്ല കേട്ടോ. സ്തോത്രം. അത് ആത്മാവിന്റെ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ ദൈവസഭയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അതിനാ കർത്താവ് നമ്മളെ കണ്ടേക്കുന്നത്. ഹല്ലേലൂയ. യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം നമ്മുടെ കണ്ണിന് നിദ്ര കൊടുക്കരുത്. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവമിടയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പഞ്ചാബിൽ നിന്ന് ശക്തമായ ഉണർവിന്റെ പിന്നിൽ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനാ ജോൺ ഹെയ്ഡ് എന്ന് പറയുന്ന മനുഷ്യൻ. ഒരു നിയോഗപ്രകാരം താൻ പഞ്ചാബിൽ മോഹ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഒരൊറ്റ സ്റ്റേജിൽ താൻ പ്രസംഗിച്ചിട്ടില്ല, ഒരൊറ്റ കൺവെൻഷന് താൻ പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. രാപകലില്ലാതെ പ്രാർത്ഥനയിൽ താൻ മുഴങ്കാലും മടക്കി. അദ്ദേഹത്തിന്റെ ആത്മനൊമ്പരം കൊണ്ട് താൻ മരിച്ചപ്പോൾ തൻ്റെ ഭൗതിക ശരീരം വിദേശത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തവർ പറഞ്ഞത് തൻ്റെ ഹൃദയത്തിന്റെ സ്ഥാനം പോലും മാറിപ്പോയെന്നാ പറയുന്നത്. അത്രയ്ക്ക് ആത്മ ദുഃഖത്തിൽ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത്. തൻ്റെ കാലഘട്ടത്തിൽ ഒന്നും അവിടെ നടന്നില്ല. ഒറ്റ മീറ്റിങ്ങിൽ താൻ പ്രസംഗിച്ചില്ല. മക്കളെ, ഇന്ന് പഞ്ചാബിലെ ഉണർവിന്റെ പിന്നിൽ ആ ദൈവദാസന്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തെ ലോകം എന്ന് അറിയപ്പെടുന്നത് പ്രേയിങ് ഹെയ്ഡ് എന്ന. ആത്മനൊമ്പരത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാക്കൾ. നമുക്കറിയാം, പ്രാർത്ഥന മനുഷ്യന് ഒരിക്കലും ഒരു ഏറ്റവും വെല്ലുവിളിയാത്. ഈ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏറ്റവും ദുഷ്കരമായ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ അത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, മതിൽ കെട്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജാമ്യം നിൽക്കുക എന്ന അതിന്റെ അർത്ഥം. ഇന്ന് രാവിലെ കാലം അങ്ങനെ ആത്മഭാരമുള്ളവർക്കായി സ്തോത്രം. സിസ്റ്ററെ, ദൈവം ഒരു നിയോഗം തന്നേക്ക് അകർത്ത ഒരു പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം, അതൊരിക്കലും കുറയരുത്. മോശയുടെ കൈ ഒരിക്കലും താണിരിക്കരുത്. മാമേ, ഈ ദിവസങ്ങളിൽ ആ കരം ഉയർന്നിരിക്കട്ടെ. പലപ്പോഴും ആ ബലഹീനതയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ കാലം മുഴങ്കാൽമേൽ നിൽക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ അസ്ഥികടമേലുള്ള ബലഹീനതകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ കാലം മാറട്ടെ. ആമേൻ, ആമേൻ. യോഗാഭ്യാസമൊക്കെ പഠിച്ചവനാ മോശ. പക്ഷെ അവന്റെ കൈ ദൈവസന്നിധിയിൽ ഉയർന്നിരിക്കുമ്പോൾ ഭാരം തോന്നി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ പ്രാർത്ഥന മനുഷ്യന്റെ കരം താഴാനിടയാകരുത്. നമ്മുടെ സഭയിൽ പ്രാർത്ഥിക്കുന്ന മാതാക്കളുണ്ട്, പിതാക്കന്മാരുണ്ട്. ദൈവമക്കളെ, അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്. അവരുടെ കരം താഴാനിടയായി തീരരുത്. അതൊരു അനുഗ്രഹമാണ്. അവൻ ഏങ്ങി കരയാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. ആമേൻ. എന്തിനാ ഉപവസിക്കുന്നത്? ദൈവത്തിന്റെ മനോഭാവം മാറ്റാനല്ല, നമുക്കാ രൂപാന്തരം വരേണ്ടത്.
കർത്താവേ, ദൈവിക പദ്ധതിയിലേക്ക് എന്നെ ആത്മാവിലൊന്ന് ഉയർത്തപ്പെടുത്തണം. അവിടുത്തെ വേദന, അതാ പൗലോസ് എപ്പോഴും പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഈ എരിവ അവനെ വേദനിപ്പിക്കുന്നു. അവനെ അടക്കാൻ ആർക്കും പറ്റത്തില്ല. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഭക്ഷണത്തെക്കാൾ പ്രാധാന്യം ഈ വിഷയത്തിനാണ്. അവൻ കഷണം കഴിക്കാൻ മറന്നുപോയി. അവനൊന്നും വിഷയമേ അല്ല. നമുക്കറിയാം, ഒരു രാജകൊട്ടാരത്തിലെ തീന്മേശയുടെ വിഭവങ്ങൾ ഇതൊന്നും ഇവനെ ആകർഷിക്കുന്നില്ല. ഇൻഡൈജഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില നമ്മുടെ അകത്ത രൂപാന്തരം നടക്കേണ്ടത്. ഞാൻ ഇനിയും 2 ആഴ്ച പ്രാർത്ഥനയെ പറ്റി പ്രസംഗിച്ചാലും ഒന്നും നടക്കത്തില്ല. കുറെ ഇൻഫർമേഷൻ കിട്ടും. എന്നാൽ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് അകത്ത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. അമേൻ, അമേൻ, അമേൻ. അകത്തൊരു രൂപാന്തരം നടക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സഹോദരിമാര് കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുമ്പോൾ ആ ഉദരത്തിൽ ശിശു പൂജാതയാകുന്ന ആ പ്രാരംഭ ദശയിൽ 2-3 മാസമാകുമ്പോൾ ഇവർക്ക് എന്ത് വരുമെന്നറിയാമോ? ഭക്ഷണം കഴിക്കാൻ താല്പര്യം വരത്തില്ല. സ്മെല്ലടിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരും. ഇതുപോലായി പ്രാർത്ഥനയുടെ ആത്മാവ് ഒരുത്തന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇവന് പിന്നെ മറ്റൊന്നും ഒരു വിഷയമല്ല. ഭക്ഷണത്തിന്റെ സ്മെല്ലടിക്കുമ്പോൾ അവൻ വൊമിറ്റ് ചെയ്യാൻ വരിക, അതിനേക്കാൾ വലിയ ഒരു നിയോഗം അകത്ത് കിടക്കുന്നത്. അവൻ ഭക്ഷണം കഴിപ്പാൻ പോലും മറന്നു. കുറെ നാൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ അവനായിരിക്കാനിടയായി. പ്രാർത്ഥന എന്നാ നമുക്കെല്ലാം അറിയാം. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിന്റെ അതിന്റെ 1 വായിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 5 മുതൽ 11 വരെയുള്ള വാക്യം നാം പഠിച്ചാൽ ഒരു നല്ല റോൾ മോഡലാ തന്റെ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്കകത്ത് അടങ്ങിയേക്കുന്നത് നമുക്കറിയാം. നമ്മൾ ഈ പ്രയർ എന്ന് വായിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയാറുണ്ട് ACTS, ആക്ട്സ്. ഇത് ഈ 4 ഘടകങ്ങളും ഈ നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നു. 1, അഡോറേഷൻ. കർത്താവേ, അവന്റെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അവന്റെ ആവലാതിയേക്കാൾ ഉപരി, അവന്റെ പ്രശ്നത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ മഹത്വത്തെ അവൻ വർണ്ണിക്കുക. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആത്മാവിൽ കണ്ട ഒരു മനുഷ്യനായവൻ ഈ നെഹമ്യാവ് എന്ന് പറയുന്നത്. അവൻ ആ ദൈവത്തിന്റെ മഹത്വത്തെ അവൻ വർണ്ണിക്കുക. 2, കൺഫെഷൻ. നമ്മളെപ്പം പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മടക്കിയാലും ജീവിതത്തിന്റെ കുറവുകൾ നാം ദൈവത്തോട് ഏറ്റു പറയണം. ആമേൻ, സ്തോത്രം. എന്താണെന്ന് അറിയത്തില്ല. പ്രഭാതത്തിൽ നമുക്ക് എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥനയുണ്ട്. ഇന്ന് രാവിലെ ആ സമയത്ത് എഴുന്നേറ്റ് അല്പനേരം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതോ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ചെയ്ത അകൃത്യങ്ങൾ ഒന്നും കർത്താവേ ഞങ്ങളോട് കണക്കിടരുത്. അതൊന്നും പിന്തുടരാനിടയാകരുത്. എൻ്റെ ജീവിതത്തിൽ വന്ന അകൃത്യങ്ങളൊന്നും എൻ്റെ തലമുറയ്ക്ക് അത് ദോഷമായി തീരരുത്. അത് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിട്ടാ ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതുപോലും. ശിവന്റെ നാമത്തിൽ നെഹമ്യാവ് പറയുക, എൻ്റെ പിതാക്കന്മാർ ശബത്തുകളെ ലംഘിച്ചു, നിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. കുറവുകൾ നമുക്ക് ദിവസത്തിലേറ്റ് പറയാം. ആമേൻ. 3-ാമത് അവൻ പറയുക, ദൈവത്തിന് നന്ദി കരേറ്റ കർത്താവേ, നീ വിശ്വസ്തനാ. നീ ഇന്നും വാക്കുകൾ, ദൈവത്തിന് സ്തോത്രം, നീ ഇന്നും വാക്തത്വം പ്രോമിസ് കീപ്പറാ. നീ വാക്ക് മാറ്റി പറയുന്ന ദൈവമല്ല. അതല്ലയോ ഫിലിപ്പിയ ലേഖനം 4 പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിരാശയാകരുത് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് ദൈവമക്കളെ, നിരാശയിൽ നിന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ വിഷയത്തിന്റെ മറുപടി ഞാനല്ല നിയന്ത്രിക്കുന്നത്. ആമേൻ, ആമേൻ. ഒരു ദൈവിക സമാധാനം നമ്മുടെ മേൽ വാഴുവാനിടയാകും. ഏറ്റവും അവസാനമാ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ ആവലാതി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതിനെ നിന്നാപാത്രമാകുവാനിടയാകരുത്. ഞങ്ങളിനി ജാതികളുടെ മുമ്പിൽ അപഹാസ്യമാകരുത്. നീ സ്വർഗത്തിൽ നീ ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല. ഇനി 1000 നെഹമ്യാവന്മാരെഴുന്നേറ്റാലും ഇത് നടക്കത്തില്ല. അങ്ങേക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതിന്റെ 11-ാം വാക്യം, കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും
നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. അവൻ പ്രാർത്ഥിക്കുക. അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ രൂപൻ ബ്രദറെ? സ്തോത്രം, സ്തോത്രം. സിസ്റ്റർ, കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചില വിഷയങ്ങള് പ്രിയ ദൈവത്തിന് സ്തോത്രം, ആന്റിയും ബേച്ചാനും പ്രാർത്ഥിച്ചപ്പോൾ ദൈവസഭയിലുള്ള ചില വിഷയം പറയുവാനിടയായി. ഇന്ന് രാവിലെ ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയട്ടെ, അവധി വെക്കാതെ ചില പ്രാർത്ഥനയുടെ മറുപടി കർത്താവ് തരുവാൻ ശക്തനാണ്. നെഹമ്യാവ് പറയാ, നാഥാ ഇനി അവധി വെക്കരുത്. ഇന്ന് ഈ വിഷയത്തിൽ എനിക്കൊരു മറുപടി തരണമേ. നമ്മളെ ഏറ്റവും അധികം ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവം ഒരു വിടുതൽ തരുവാനിടയാകട്ടെ. എന്തോ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറയുന്നല്ലോ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിപ്പാൻ ശക്തനായ ദൈവമാണ്. നിങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഇത് ദൈവത്താൽ ഉണ്ടായ ഒരു കണക്ഷൻ ആകട്ടെ. അല്ലെ, ഒരിക്കലും ഞായറാഴ്ച രാവിലത്തെ മീറ്റിംഗ് ഞാൻ എടുക്കാറേ ഇല്ല. കാരണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സംഭാഷണം റോയ് ബ്രദർ ഇന്നലെ വിളിച്ചു. അത് നോ പറയാൻ എനിക്ക് ഒക്കത്തില്ല. കാരണം അത് പക്ഷെ ഒരു നിയോഗമായിരുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഉപവാസത്തിലായിരുന്നു. ഇന്ന് രാവിലെ ഈ വചനത്തിൽ കൂടെ കർത്താവ് എന്നോടും ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ അത് ഏറ്റെടുക്കുക. ആമേൻ. ഇന്ന് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ചില ദൈവിക വിടുതൽ കാണണം. ഇന്ന് അവധി വെക്കത്തില്ല കേട്ടോ. സ്തോത്രം. യേശുവിന്റെ നാമത്തില് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് ഗ്ലോറി ഹല്ലേലൂയ. അവധി വെക്കുന്ന ആമേൻ 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 അവധി വെക്കുന്ന എല്ലാ പോരുകളെയും കർത്താവ് ശാസിക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. എന്തോ ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ഡിലേ സ്പിരിറ്റ്. ആമേൻ, സ്തോത്രം. ഇന്ന് ഈ ദിവസങ്ങളിൽ അതുപോലെ പ്രാർത്ഥിച്ചോണം കേട്ടോ. ശത്രുവിന് അറിയാം, ദൈവത്തിന് സ്തോത്രം, തന്റെ കുഞ്ഞുങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ നിവർത്തിക്കും. ലോകം മുഴുവനും എതിരായി നിന്നാലും അവൻ അത്ഭുതം. പക്ഷെ ചെയ്യുന്ന എന്നാന്നറിയാമോ? അവൻ ഡിലേ ഇടും. ശത്രുവിന്റെ ഒരു പോരാട്ടമാണ്. ഇന്ന് നടക്കേണ്ട വിടുതല് ആഴ്ചകളിലേക്ക് പിന്നെ നീട്ടിക്കൊണ്ടുപോകും. പക്ഷെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആ മേഖലയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അവധി വെക്കാതെ ഇന്ന് ശിവന്റെ നാമത്തിന് ആമേൻ, പ്രൈസ് ഗോഡ്, ദൈവം ഒരു വിടുതൽ തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ശിവന്റെ നാമത്തില് ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് അവിടെ 23 ദൈവമക്കളെ, അടുത്ത ഈ ദിവസത്തിന് മുമ്പേ ചില വ്യക്തമായ ചില വിടുതലുകൾ നമ്മുടെ കരങ്ങളിൽ തരുവാൻ ദൈവം ശക്തനാ. കർത്താവേ, ഇനി അവധി വെക്കരുത്. ഇനി ഞങ്ങൾ നിന്നാപാത്രമാകരുത്. ആമേൻ ആമേൻ. എന്നെ പകയ്ക്കുന്ന ദിവസങ്ങളെ പ്രാർത്ഥിക്കണേ. ചില തലമുറയുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിന്റെ മേല് അവധി വെക്കാതെ ചില വിടുതലുകൾ ദൈവം ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. ആമേൻ, യേശുവിന്റെ നാമത്തില്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ആമേൻ ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. നിന്റെ കരുണയും കൃപയും ആമേൻ ഓർത്ത് നീ ആ വിഷയത്തിൽ ഇടപെടണം. ഇന്ന് രാവിലെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് കൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അവന്റെ കൃപയാണ് നമ്മളെ ഇന്ന് രാവിലെ നിർത്തുന്നത്. ആമേൻ ആമേൻ. ഇന്ന് രാവിലെ അത് പ്രാപിപ്പാനിടയാകട്ടെ. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് എനിക്ക് പറഞ്ഞ പരിശുദ്ധാത്മാ പറയും, ഇന്ന് യേശുവിന്റെ നാമത്തില് ഇന്നുപോലെ കാലം ദൈവം ഒരു വിടുതലായിക്കട്ടെ. യേശുവിന്റെ ഈ സാത്താൻ പറയുന്നത് എന്നാന്നറിയാമോ? ദൈവങ്ങളെ, നന്ദിയോട് സ്തോത്രം. ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ ബാധ കയറി തിമിർത്താടുമ്പോൾ മോശയെ പ്രാർത്ഥിക്കാൻ ഈ സ്പിരിറ്റ് ഓഫ് ഈ ഫറവോന്റെ സ്പിരിറ്റിന്റെ ഒരു പ്രത്യേകത ഇന്നത്തെ വിടുതൽ നാളത്തേക്ക് ആക്കി വെക്കും. ആമേൻ. മോശയെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോഴ് മോശ ചോദിച്ചു, എപ്പോഴാ പ്രാർത്ഥിക്കണ്ടേ? അവൻ പറഞ്ഞ എന്നാന്നറിയാമോ? നാളെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഇന്നത്തെ വിടുതൽ നാളത്തേക്കാക്കുക. പക്ഷെ നീ കർത്താവ് ക്രൂശി കടന്ന് പറഞ്ഞ എന്നാന്നറിയാമോ? കള്ളനോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അതിനൊരു ബലം തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡിലേ ഇടുന്നതിന്റെ മേൽ സഭയോടുള്ള ബന്ധത്തില്
ചില വാക്തത്വങ്ങൾക്ക് ഡിലേ ഇടുമ്പോൾ മോനെ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. മോശ പറഞ്ഞതുപോലെ ആമേൻ, അവധി വെക്കാതെ യേശു പറഞ്ഞത് ഇന്ന് 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 യേശുവിന്റെ നാമത്തില്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നാം അതിനുവേണ്ടി ഇന്ന് കഥ നോക്കണേ, എത്ര സ്പെസിഫിക് ആണെന്നറിയാം. ഇന്ന് അടിയൻ ഈ വിഷയത്തിൽ ഒരു മറുപടി തരണം. 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം, പ്രാർത്ഥന തുടങ്ങിയത് ഏതു മാസമാണെന്നറിയാമോ? ഡിസംബർ മാസത്തിലാണ്. പക്ഷെ ഇതിന്റെ മറുപടി കിട്ടിയത് എത്രാമത്തെ? ദൈവത്തിന് സ്തോത്രം, 2:1 നാം വായിക്കുന്നു, നീസാൻ മാസത്തില്. ആമേൻ സ്തോത്രം. നീസാൻ മാസം എന്ന് പറയുന്നത് ആമേൻ ഏപ്രിൽ മെയ് ഈ മാസമാകട്ടോ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ചില മാസങ്ങളായി, ചില വർഷങ്ങളായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ മറുപടി ദൈവം ഈ ദിവസങ്ങളിൽ തരാൻ ശക്തനാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ആ പ്രവൃത്തി നോക്കണമേ. ദൈവത്തിന്റെ സമയം ഒന്ന് നോക്ക്. തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴിൽ നമുക്ക് താണിരിക്കാം. ആ ഭേദഭാഗമൊക്കെ നമുക്കറിയാം. നോക്കണേ, ഒരു പ്രാർത്ഥനാ മനുഷ്യനിൽ വ്യാപരിച്ച കൃപ. ആമേൻ. എന്നിട്ട് രാജാവ്, ദൈവത്തിന് സ്തോത്രം, രാജകൊട്ടാരത്തിൽ ഇരിക്കുക. നമുക്കറിയാം, രാജാവിനെ സെർവ് ചെയ്യാൻ പോകുന്നവർ ദുഃഖിച്ചുകൊണ്ടിരുന്നാല് ജോലി നഷ്ടപ്പെടും, തല പോകുന്ന പരിപാടിയാ. ഈ രാജാവിന് വേദന ഉണ്ടെങ്കിലും ചെല്ലുന്നതും ചിരിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. നിങ്ങൾക്കറിയാം, അതൊരു അങ്ങോട്ടത്തെ ഒരു പ്രോട്ടോകോളാ അത്. പക്ഷെ ഈ നെഹമ്യാവിന്റെ ദുഃഖം മാറ്റാൻ പറ്റുന്നില്ല. ആമേൻ. ആ ഹൈ റാങ്കിങ് ഓഫീസിലായിരിക്കുമ്പോഴും അവൻ ദുഃഖത്തോടാ ദൈവസന്നിധിയിലായിരുന്നത്. പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിങ്ങളെ കാട്ടി ധൃതിയുണ്ട് എനിക്കെങ്കിലും എന്തോ ദൈവാത്മാവ് നിർബന്ധിക്കുന്നോണ്ട് ഞാൻ പറയുക. ഇന്ന് രാവിലെ ദൈവം അവധി വെക്കത്തില്ല. ഈ ഹൃദയത്തിന്റെ ദുഃഖം ദൈവം അറിയുന്നുണ്ട്. ആ സമയത്ത് സത്യം പറഞ്ഞാല് ഈ ദൈവത്തിന്റെ പ്രവൃത്തി നോക്കണേ. പരിശുദ്ധാത്മാവ് സ്പെസിഫിക്കായി പറയുന്നു, രാജ്ഞിയും കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇവനൊരു തീരുമാനമെടുത്ത് വൈകിട്ട് പുള്ളിക്കാരിയെ തിരുത്താൻ സാധ്യതയുള്ളത് കൊണ്ട് അവളെ കൂടെ തമ്പുരാൻ അടുത്ത് പിടിച്ചിരുത്തി. ദൈവത്തിനോട് സ്തോത്രം. അല്ലെ, തലേണ മന്ത്രം പറഞ്ഞത് തട്ടിക്കളയുമെന്ന് നന്നായിട്ട് അറിയാം. ആ പുള്ളിക്കാരി രാജ്ഞിയും കൂടിയിരിപ്പുണ്ടായിരുന്നു. രാജാവ് ചോദിക്കുക, എന്നെ പറ്റുപോയി? ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഇൻക്രിമെന്റ് തന്നത്, ഇഷ്ടംപോലെ തന്ന, ഒന്നും കുഴവില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പിന്നെയും നിന്റെ ദുഃഖം തന്നെ. ഏതായാലും ഭാഷ ഇതോടൊന്ന് ശരിയായിട്ട് വേണമെന്ന് സ്വസ്ഥതയോടൊന്ന് ഉറങ്ങാൻ. ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല ഒരു ദൈവ പൈതലിന്. ഒരാത്മീകൻ ഒരിക്കലും റെസ്റ്റ് ഇല്ല ദൈവമക്കളെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ചോദിച്ചാൽ ഒരിക്കലും ഒരു റെസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. എപ്പോഴും ഇനി കുറച്ചാൾ ഇനി പിള്ളേരെ ഒന്ന് ഏൽപ്പിച്ചേച്ച് എനിക്കൊന്ന് പോയി, നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നഫ്താലി എപ്പോഴും പോർക്കളം മേട്ടിലാകട്ടോ. ആമേൻ. സ്തോത്രം. നെഹമ്യാവ്, അവന്റെ ദുഃഖം മാറുന്നില്ല. രാജാവ് ചോദിക്കുക, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. അത്ര വിസിബിൾ ആയിരുന്നു ഈ ഭക്തന്റെ ആത്മദുഃഖം. അവൻ പറയുക, ഞാൻ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? രാജാവേ, എന്റെ സാലറിക്ക് കുറവില്ല, ഒന്നിനും കുറവില്ല, പക്ഷെ ഞാൻ എങ്ങനെയാ ദുഃഖിക്കാതിരിക്കുന്നത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ദേശം, ആമേൻ, മതിലിടിഞ്ഞു കിടക്കുക, വാതിൽ ചൂട്ട് കിടക്കുക. ആമേൻ. അത് കാണുമ്പോൾ എനിക്ക് എങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ പറ്റും? രാജാവ് ചോദിച്ചാൽ എന്നാ വേണം? നല്ല സമയമാണ് രാജാവെ, മതിൽ പണിയാനുള്ള കാശ്, എനിക്ക് പോകാനുള്ള അവധി. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് നെഹമ്യാവ് പറഞ്ഞ എന്നാന്നറിയാം, അത് ഞാൻ പറയണമെങ്കിൽ തമ്പുരാനോട് ചോദിക്കണം. ഇവിടെ എന്നെ വെളിപ്പാടായത്. ഒരു നല്ല ചാൻസ് വന്നേക്കുക. അന്നേരത്ത് ആ പുള്ളിക്ക് ഒരു നിയോഗം വന്നേക്കുന്നത്, ഞാൻ ദൈവത്തോടൊന്ന് ചോദിക്കട്ടെ. കാരണം ഈ വിഷയം കേസ് കൊടുത്തത് ദൈവസന്നിധിയിലാണ്. പണ്ട് വേവിച്ചാനൊക്കെ അറിയാം, ചോദിച്ചാനും ഒക്കെ അറിയാം. പണ്ട് ഈ വടശ്ശേരിക്കരങ്ങാണ്ടാന്ന് തോന്നുന്നു, സ്നാനപ്പെട്ടപ്പോ അവിടെയുള്ള മാടമ്പിമാർ ഒരു ഉദ്ദേശിയെ തല്ലി, ആമേൻ, ചട്ടും വലിച്ചു കീറി. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വേദോസ്തവം വലിച്ചു കീറി അവിടെയുള്ള കുറെ പേര്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് അവിടെയുള്ള ഒരു മുസ്ലിം SI ശബരിമല ഡ്യൂട്ടിക്ക് പോയ സമയത്തായി പാസ്റ്റർമാരെ തല്ലിയത് കേട്ടത്. അപ്പം കേസെടുക്കാൻ വേണ്ടി SI വന്ന സമയത്ത്, ആമേൻ, സ്തോത്രം, ഉദ്ദേശി പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് കേസില്ല, കേസ് കൊടുത്തെന്ന് പറഞ്ഞു. SI ചോദിച്ചു, ആർക്ക് കേസ് കൊടുത്തു? ഞങ്ങളുടെ ബോസിന് കർത്താവിനോട് വിഷയം പറഞ്ഞിട്ടുണ്ട്. പുള്ളി ചീത്ത വിളിച്ചേച്ചു പോയി, നിങ്ങൾ പെന്തിക്കോസുകാരന്മാരാ ഇവന്മാരെ വളർത്തുന്നത്, ഇന്നൊരു അപേക്ഷ തന്നാൽ മതി, ഇന്ന് ഇവന്മാരുടെ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം. കേസ് കൊടുത്ത് സാറേ
പുള്ളി കയറിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞില്ല, പിറ്റേ ഞായറാഴ്ച അതേ കടവില് ഇവന്മാരെല്ലാം കൂടെ മീൻ പിടിക്കാൻ തോട്ടായിടാൻ പോയതാ. തോട്ടാ പൊട്ടി 4 എണ്ണവും ചത്തു. ദൈവത്തിന് സ്തോത്രം. ഈ ശവം കരയ്ക്ക് അടുപ്പിച്ച സമയത്ത് ഇതേ SI വന്നത്. പുള്ളി തൊപ്പി താഴെ ഇട്ടിട്ട് പറഞ്ഞു, അള്ള, ഇത്ര പെട്ടെന്ന് നീ കേസ് നടപ്പാക്കിയോ? സ്തോത്രം. ഇന്ന് രാവിലെ കാലം ദൈവമക്കളെ, ആമേൻ, കൊടുക്കേണ്ടവന്റെ കയ്യിൽ വിഷയം കൊടുത്താൽ ദൈവം അതിന് നീക്കുപോക്ക് കൽപ്പിക്കുന്ന ദൈവമാണ്. നെഹമ്യാവ് പറയുക, ഈ വിഷയം ഞാൻ ഏൽപ്പിച്ചേക്കുന്ന കർത്താവിനെയാ, അവൻ പറയട്ടെ, നിന്നോട് ഇത് പങ്കുവെക്കണം. അയ്യോ, അത്ര സെൻസിറ്റീവ് ഒരു പ്രാർത്ഥന മനുഷ്യൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ദൈവമക്കളെ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടാതെ ചില ന്യായത്തിന്റെ വിഷയത്തിൽ, വെളിപ്പെടാതെ ചില നീതി വിഷയത്തിന്റെ മേൽ നമ്മുടെ കോൺഫറൻസിന് മുമ്പേ ചില ദൈവപ്രവൃത്തി അവിടെ ചെയ്യുമെന്ന് ദൈവാത്മാവ് പറയുക. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. രാജാവ് അവധി കൊടുത്തു, അവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വെല്ലുവിളികൾ പലതും ഉണ്ടായി. ദൈവമക്കളെ, നെഹമ്യാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞാനല്ല ചെയ്യുന്നത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആ വാതിലുകള് നമുക്കറിയാം, 10-ലധികം വാതിലുകളുണ്ട് 3-ാം അധ്യായത്തില്. അതെല്ലാം പണിയുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, ദൈവമക്കളെ, നമ്മുടെ ഓരോ കുടുംബത്തിന്റെയും വാതിലുകള് അവരൊരു തന്നെ പണിതോണം. ശത്രുവിന്റെ പ്രവേശന മാർഗങ്ങളെ കർത്താവ് അമൻ അടയ്ക്കുവാനിടയാകട്ടെ. നമ്മളെ ഒരു ദൂതൂടെ പറയട്ടെ, അവിടുത്തെ ശരീരമായ സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ചെയ്യുന്നതൊന്നും വൃഥാവല്ല. 5:19 വാക്യം നാം വായിക്കുമ്പോൾ നെഹമ്യാവ് പറയുക, ഞാൻ ഈ ജനത്തിനു വേണ്ടി, എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയായിട്ട് ഓർക്കണം. ദൈവം മറന്നു കളയത്തില്ല. വെറുതെ ആരും കർത്താവിനെ സേവിക്കണ്ട. ഇന്ന് രാവിലെ പ്രതിഫലമുള്ള ദൈവമക്കളെ, അതിനുവേണ്ടിയല്ല നാം ചെയ്യുന്നത്. കർത്താവ് വിശ്വസ്തനാണ്. നമുക്ക് ഒരുമിച്ച് അവന്റെ വേലയ്ക്ക് വേണ്ടി നിലകൊള്ളാം. ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മിൽ കൂടെ കർത്താവ് ആദേശത്ത് ചെയ്തെടുക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ. ഇങ്ങനൊരു അവസരം ഒരുക്കിയ ആമേൻ കർത്താവിന്റെ ദാസനോട്, ദൈവസഭയോടുള്ള നന്ദി അറിയിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ. കർത്താവിനെല്ലാം മഹത്വവും. ഗോഡ് ബ്ലെസ് യു. തോമസ് പാസ്റ്റർ ഞങ്ങളെ കണ്ടിന്യൂ ചെയ്താട്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദേവദാസനെ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമുക്ക് ലഭിക്കാൻ ദൈവകൃപ വന്നു. അവരുടെ കുടുംബത്തെ, സഭയും മിനിസ്ട്രിയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്ഷണം ശേഖരിച്ച് വന്ന ദേവദാസനോടെ സഭയുടെ നാമത്തിൽ, ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ജോയിച്ചാൻ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റ് അവസാനിപ്പിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈ ശനിയാഴ്ച സന്ധ്യാസമയത്ത് അടിയങ്ങൾ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരുന്ന സന്ദർഭത്തിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. അടിയങ്ങളെ സഭയായി ദൈവങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ അറിയുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. വിലപ്പെട്ട ദൈവദാസനിലൂടെ ഞങ്ങൾ കേട്ട ആ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം. നെഹമ്യാവ് ദൈവസന്നിധിയിലെ പ്രാർത്ഥിച്ച് രാജാവിന്റെ സന്നിധിയിൽ സങ്കടങ്ങളെ ബോധിപ്പിച്ചപ്പോൾ ദൈവം അവന് വേണ്ടി വഴികളെ തുറന്ന പോലെ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഉണർത്തി അങ്ങയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയോട് മനസ്സലിയണമേ കർത്താവേ. അതിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ കർത്താവേ. ഉപജീവന മാർഗമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങളെ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. ജോർജ് ഭാഷക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടൊത്തി സന്ധ്യാസമയത്തായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യല്ലോ. തന്റെ മിനിസ്ട്രിയെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബമായി ദൈവരെ അനുഗ്രഹിക്കണമേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ കഴിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി അതവർക്ക് നന്മയ്ക്കായി ദൈവം കണക്കിട്ടുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അടിയങ്ങളെ പിന്നെയും ദൈവവരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് മനസ്സിടണമേ കർത്താവേ. ഈ നാളുകളിൽ അവിടുത്തെ സഹിത്വം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. അങ്ങയിൽ നിന്ന് കേൾപ്പാൻ, അങ്ങയിൽ ആശ്രയിപ്പാൻ, അവിടുത്തെ മാർഗിൽ ചാരി ജീവിപ്പാൻ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണം. ചിറകും കീഴ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. എല്ലാ വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവ് സഹായിച്ചു കൊള്ളണമേ. ശുശ്രൂഷകളെ ഒക്കെ മാനിക്കണമേ കർത്താവ്. ഏതെല്ലാം ആവശ്യത്തിന് വേണ്ടി കടന്നു പോയിരിക്കുന്നത് ഭംഗിയായി നിറവേറ്റി കടന്നു വരുവാനുള്ള ദൈവം കൊടുക്കണമേ. നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ദൈവങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണപ്പാ. നാളത്തെ പകൽക്കാലത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. സൺഡേ സ്കൂളിനെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ്. ഞങ്ങൾ നിന്നിൽ സന്തോഷിപ്പാൻ, ഞങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് ദൈവത്തിൽ ആനന്ദിപ്പാൻ കൃപ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും തിരുക്കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് പ്രത്യേകാലിന് വചന ശുശ്രൂഷ ദൈവദാസനോടും കുടുംബത്തോടും കൂടെ കർത്താവിന്റെ കൃപ അവസാന നാളുകളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് ഇത്രത്തോളം ചെയ്യുന്നതെന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.